തൃശൂർ കാഞ്ഞിരക്കോട് ടർഫിനു സമീപം പിക്കപ്പ് വാൻ മറിഞ്ഞ് ഒരാൾക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റിലിടിച്ച വാഹനം തലകീഴായി മറിയുകയായിരുന്നു. പരിക്കേറ്റ പാലക്കാട് സ്വദേശി ശിവദാസൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മൂത്തകുന്നം യൂണിറ്റിന്റെ 17ാമത് വാർഷിക സമ്മേളനം നടന്നു. മേഖലാ നിരീക്ഷകൻ ചന്ദ്രമോഹനെ സമ്മേളനത്തിൽ ആദരിച്ചു. യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. മലപ്പുറം മാറഞ്ചേരിയിൽ കുറുക്കന്റെ ആക്രമണം. നിരവധി പേരെ കടിച്ച് പരിക്കേൽപ്പിച്ചു. ആക്രമണമുണ്ടായത് കാഞ്ഞിരമുക്ക് ഭാഗത്ത്. ആദ്യം ആക്രമിച്ചത് കാടഞ്ചേരിപ്പാടത്ത് പോത്തിനെ കെട്ടാൻ വന്ന യുവാവിനെ. ESI ശമ്പളപരിധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി BMS ധർണ. പദ്ധതിയിൽ അംഗമായി തുടരുന്നതിനുള്ള ശമ്പളപരിധി 42,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. BMS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളങ്കുന്നത്തുകാവ് ESI ആശുപത്രിക്ക് മുന്നിലായിരുന്നു ധർണ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. പാമ്പിനെ കണ്ടത് പൊട്ടൻകാവിൽ പെട്രോൾ പമ്പിന് സമീപം. പാമ്പിനൊപ്പം വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളും. പാമ്പിനെ പിടിക്കാനെത്തിയ രതീഷ് നടത്തിയ പരിശോധനയിൽ പാമ്പിൻ കുഞ്ഞുങ്ങളെയും കണ്ടെത്തി. തിരുവനന്തപുരത്തെ മുൻകാല സാമൂഹിക പ്രവർത്തകനായ ബഷീർ ഹാജിയെ അനുസ്മരിച്ച് നെടുമങ്ങാട് സാംസ്കാരിക വേദി. 14ാം വാർഷികാനുസ്മരണവും ഭക്ഷ്യക്കിറ്റ് വിതരണവും നടന്നു. കിറ്റുകളുടെ വിതരണോദ്ഘാടനം സാംസ്കാരിക വേദി ചെയർമാൻ നെടുമങ്ങാട് ശ്രീകുമാർ നിർവഹിച്ചു. പാലാ അൽഫോൺസ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ജോസ് ജോസഫ് പുലിവേലിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം ഡോക്ടർ ശശി തരൂർ MP നിർവഹിച്ചു. അന്തരിച്ച ഡോക്ടർ ജോസ് ജോസഫിന്റെ അക്കാദമിക് മികവും കോളേജിനും സമൂഹത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകളും മുൻനിർത്തിയാണ് പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചത്. പോഷക സമാചരണം വിപുലമാക്കി തൃശൂർ മണലൂർ പഞ്ചായത്ത്. പോഷന്മ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പോസ്റ്റർ പ്രദർശനം, പോഷകാഹാര പ്രദർശന മത്സരം തുടങ്ങിയ മത്സരങ്ങളും നടന്നു. NSS ദിനത്തിൽ എറണാകുളം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ കിടപ്പു രോഗികൾക്ക് ഭക്ഷണപ്പൊതികളുമായി നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ. പറവൂർ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പതേയം പദ്ധതിയുമായി ആശുപത്രിയിലെത്തിയത്. രോഗികൾക്ക് വിതരണം ചെയ്തത് വിദ്യാർത്ഥികളുടെ വീടുകളിലുണ്ടാക്കിയ ഭക്ഷണപ്പൊതികൾ.